ലേറ്റ് നൈറ്റ് തോട്ട്സ് ഫോർ യു എന്നുള്ളതാണ്. നിങ്ങൾക്ക് ആ വ്യക്തിയോട് വളരെ ഡീപ്പായിട്ടുള്ളൊരു ലവ് ആണ് നിങ്ങൾ സൂക്ഷിക്കുന്നത് നിങ്ങളുടെ മനസ്സിൽ. ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങൾ ഒത്തിരി സ്പിരിച്വലി അവേക്കൻഡ് ആണ് കുറച്ച് പേരെങ്കിലും. ചിലർക്കെങ്കിലും ഒന്നിൽ കൂടുതൽ റിലേഷൻഷിപ്പ് ഉള്ളതായിട്ടുള്ള എനർജി കാണിക്കുന്നു. ചിലപ്പോൾ ആഫ്റ്റർ മാരേജ് റിലേഷൻഷിപ്പ് ആയിരിക്കാം കുറച്ച് പേർക്ക്. മേ ബി ആ പേഴ്സൺ നിങ്ങളുമായിട്ട് നോ കോണ്ടാക്റ്റിലായിട്ട് ഒത്തിരി നാളായിട്ടുണ്ടാവാം. ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം. അങ്ങനെയുള്ള റിലേഷൻഷിപ്പിൽ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഇല്ലാതായിട്ട് ഒത്തിരി നാളായിട്ടിരിക്കാം. പക്ഷെ നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത് വളരെ ഡീപ്പായിട്ടുള്ള ലവ് ആണ് ആ വ്യക്തി നിങ്ങളോട് എക്സ്പ്രസ് ചെയ്തിരുന്നത്. ഇവിടെ നിങ്ങൾക്ക് 2 ഓഫ് സോർട്സ് റിവേഴ്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ആ ഒരു സിറ്റുവേഷനിൽ അവർക്ക് അവർക്ക് 2 സാഹചര്യങ്ങളിൽ ഒരെണ്ണം ചൂസ് ചെയ്യാനായിട്ട് കഴിയുന്നില്ല. അതാണ് അവരുടെ ഒരു സിറ്റുവേഷൻ. മേ ബി കുറച്ച് പേർക്ക് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ആണ്. എന്നാൽ കുറച്ച് പേർക്ക് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള പേഴ്സൺ. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾ കൊണ്ടാണ് നിങ്ങളുമായിട്ട് ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ കാണുന്നത്. എന്നാൽ ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ അവർ നിങ്ങളുടെ റിയൽ ആയിട്ടുള്ള വാല്യൂ എന്തായിരുന്നു എന്ന് മനസ്സിലാക്കുകയാണ്. അവരുടെ ജീവിതത്തിലേക്ക് നിങ്ങളെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ നിങ്ങളെ ഒത്തിരി മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. അവരെങ്കിൽ മേ ബി അവരൊരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട്. അവർക്ക് തിരിച്ച് അവരുടെ ലൈഫിലേക്ക് നിങ്ങൾ എത്തിപ്പെടാൻ വേണ്ടിയിട്ട് അവരിപ്പോൾ ഒരു സമയത്ത് വളരെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു റീയൂണിയൻ വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ഒന്നുകൂടി കലങ്ങി തെളിയണം എന്നവരിപ്പോൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ന് തന്നെ അവരുടെ സിറ്റുവേഷൻ വളരെ പരിതാപകരമായിട്ടുള്ളൊരു അവസ്ഥയിലാണ്. അവർക്ക് നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം തുറന്നു പറയാനാവാതെ ഒത്തിരി കാര്യങ്ങൾ അവർ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മേ ബി സം ഹെൽത്ത് ഇഷ്യൂസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പ്രോബ്ലം ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റൊരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. ബോട്ടം ഓഫ് ദ ഡെക്ക് സൺ കാർഡാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ന്യൂ ബിഗിനിങ് ആണ് ആ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. അവരുടെ ലേറ്റ് നൈറ്റ് തോട്ട്സ് എന്ന് പറയുന്നതിന് നിങ്ങളുമായിട്ടുള്ളൊരു റീയൂണിയൻ ആണ് അവരുടെ ചിന്തകൾ. ഒരു കറണ്ട് സിറ്റുവേഷനിൽ അവർ നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് ഒരുപാട് വഴികൾ അവർ ആലോചിക്കുകയാണ്. ഒത്തിരി മാർഗങ്ങൾ അവർ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടാണ് ഈ കാർഡ്സ് സൂചിപ്പിക്കുന്നത്. നിങ്ങളോട് ചെയ്തു പോയ ഒരുപാട് കാര്യങ്ങൾ ഓർത്ത്, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ബ്ലോക്ക് ചെയ്തതിനെ ഓർത്തിട്ട് ഒത്തിരി അവർ വിഷമിക്കുന്നുണ്ട്. പക്ഷെ എന്ത് സാഹചര്യത്തിലാണ്, എങ്ങനെയാണ് നിങ്ങളിലേക്ക് പെടേണ്ടതെന്ന് അവർക്ക് അറിയില്ല. അങ്ങനൊരു സിറ്റുവേഷനിലാണ് അവരിപ്പോൾ. ക്ലാരിഫിക്കേഷൻ കാർഡ്സ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. വളരെ സാഹസികമായിട്ടുള്ള റിലേഷൻഷിപ്പ് ആണ് ഇതെന്ന് ഏഞ്ചൽസ് സൂചിപ്പിക്കുന്നുണ്ട്. അതായത് എന്ത് റിസ്ക് എടുക്കാനും ആ വ്യക്തി തയ്യാറാകുന്നു എന്നൊരു മീനിങ് കൂടി നമുക്ക് പറയാൻ കഴിയും. ഈ പേഴ്സൺ നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ആ പേഴ്സൺ എത്തിച്ചേരും. അതുവഴി നിങ്ങൾക്ക് ഒരുപാട് ഹാപ്പിനെസ് ഉണ്ടാവും. അതിനുള്ള ഏഞ്ചൽ ബ്ലെസ്സിങ്സും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ആർക്കേഞ്ചൽ മിഖായേൽ എന്ന് പറയുന്നത് ലവ് റിലേഷൻഷിപ്പിന് ഒത്തിരി സപ്പോർട്ട് തരുന്ന ഒരു ഏഞ്ചലാണ്. ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ മേ ബി നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിരിക്കാം, അല്ലെങ്കിൽ ഒരു ബെറ്റർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്ത സാഹചര്യമായിരിക്കാം, അല്ലെങ്കിൽ നോർമലി ഉള്ള റിലേഷൻഷിപ്പിൽ ഉള്ളവരുമായിരിക്കാം. എന്ത് തന്നെയായിരുന്നാലും ഈ ഒരു സിറ്റുവേഷനിൽ അവർ നിങ്ങളുമായിട്ടുള്ളൊരു മാരീഡ് ലൈഫാണ് ആഗ്രഹിക്കുന്നത്. അവർ എന്നും രാത്രിയിൽ അവർ ചിന്തിക്കുന്നത് നിങ്ങളുമായിട്ടുള്ളൊരു ഫാമിലി ലൈഫ് തന്നെയാണ്. ആ വ്യക്തിക്ക് നിങ്ങളോട് ഒരുപാട് അറ്റാച്ച്മെൻ്റ് ഉണ്ട്. ആ വ്യക്തിക്ക് നിങ്ങളെ ശരിക്കും നിങ്ങളെക്കുറിച്ച് ഓർക്കുന്ന സമയത്ത് തന്നെ ആ വ്യക്തി അവരുടെ മനസ്സിൽ നിങ്ങളെപ്പറ്റി ഒരുപാട് സ്വപ്നങ്ങളുള്ളൊരു വ്യക്തിയാണ്. വളരെ റിയലിസ്റ്റിക് ആയിട്ട് വളരെ സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരുന്ന റിലേഷൻഷിപ്പാണ് ഇതെങ്കിലും ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇവിടെ കാണുന്നുണ്ട്. മേ ബി ഒരു വ്യക്തി അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ളൊരു കാര്യം ആണ് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിട്ട് നിൽക്കുന്നത്. ആ ഒരു സാഹചര്യമാണ് നിങ്ങൾ തമ്മിലുള്ള അകൽച്ചയ്ക്ക് ഇപ്പോൾ മെയിൻ ആയിട്ടുള്ള ഒരു റീസൺ. എന്നാൽ ചിലർക്ക്
ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട്. അവരുടെ ലൈഫിൽ എന്തോ ഒരു കാര്യവുമായിട്ട് അവർ വളരെ ഡീപ്പായിട്ട് അറ്റാച്ച്മെന്റ് ഉണ്ട്. മേ ബി അവരുടെ റിലേറ്റീവുമായിട്ടോ അല്ലെങ്കിൽ അവരുടെ പാരൻസുമായിട്ടോ ഓവറായിട്ടുള്ള അറ്റാച്ച്മെന്റ് ഉള്ളൊരു വ്യക്തിയാണ്. അവരായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഇമോഷണലി ഉള്ള ഒരു അറ്റാച്ച്മെന്റ് ആണ് അത്. ആ ഒരു അറ്റാച്ച്മെന്റ് അവരുടെ റിലേറ്റീവോ അല്ലെങ്കിൽ പാരൻസോ ആയിട്ടോ ഉള്ളത് കൊണ്ടാണ് അവർക്ക് ഈ ഒരു അകൽച്ചയെന്നും പറയാവുന്നതാണ്. കറന്റ് സിറ്റുവേഷനിൽ അവർക്ക് 2 തീരുമാനങ്ങൾ അവരുടെ മുന്നിലുണ്ട്. അവർക്ക് 2 കാര്യങ്ങളിൽ എന്താണ് ഡിസൈഡ് ചെയ്യേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷനുണ്ട്. അവർ നിങ്ങളെപ്പറ്റി ചിന്തിക്കുമ്പോഴെല്ലാം ഈ 2 കാര്യങ്ങൾ അവരുടെ മനസ്സിലിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിലേതാണ് ചൂസ് ചെയ്യേണ്ടത് എന്ന് അവർക്കൊരു ഡൗട്ടുണ്ട്. നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ വേണമെന്ന് അവർ ഒരുപാടായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ അവർക്ക് ഒട്ടും കണ്ടിന്യൂ ചെയ്ത് പോകണമെന്ന് ഒട്ടും ആഗ്രഹമില്ല. അതിന് വേണ്ടിയിട്ടുള്ള യൂണിവേഴ്സിറ്റി സപ്പോർട്ട് നിങ്ങൾക്കുണ്ട്. നിങ്ങളെ അവരുടെ ഒരു വേൾഡായിട്ട് തന്നെ അവർ കാണുന്നുണ്ട്. അപ്പോൾ ഇത് ക്ലാരിഫിക്കേഷൻ കാർഡ്സ് കൂടി കിട്ടിയിട്ടുണ്ട്. ആ വ്യക്തി ഒരു അൺഎക്സ്പെക്റ്റഡ് ട്വിസ്റ്റ് ആണ് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ പ്രതീക്ഷിക്കുന്നത്. കാരണം ആ വ്യക്തിയാണ് ഇപ്പോൾ ഒരുപാടായിട്ട് നിങ്ങളോട് അവഗണന കാണിച്ചിരുന്നത്. പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ ആ വ്യക്തി തിരികെ വന്നാലും നിങ്ങൾ ആ വ്യക്തിയെ സ്വീകരിക്കുമോ അല്ലെങ്കിൽ അവരുടെ പ്രണയം നിരസിക്കുമോ എന്നുള്ളൊരു ഭയം ആ വ്യക്തിക്ക് ഉണ്ട്. എന്തെങ്കിലും ഒരു മിറാക്കിൾ സംഭവിച്ച് നിങ്ങളുടെ മനസ്സ് ഒന്ന് മാറണം എന്ന് ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. കാരണം കൂടുതലായിട്ടും നിങ്ങളെ ആ വ്യക്തി ഒരുപാട് ഹർട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ടും ഇനി അവർ തിരികെ വന്നാൽ അവരെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ളൊരു ഡൗട്ട് ആ വ്യക്തിക്കുണ്ട്. ആ വ്യക്തി ഒത്തിരി ഡിസപ്പോയിൻറ്റഡ് ആണ്. ഈ ഒരു സിറ്റുവേഷൻ ലെറ്റ് ഗോ ചെയ്തു പോകണം എന്ന് ആ വ്യക്തി ഒട്ടും തന്നെ ആഗ്രഹിക്കുന്നില്ല. ആ ഒരു സിറ്റുവേഷനിൽ ഒരിക്കലും ചെന്നെത്തരുത് എന്നും നിങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് തിരികെ വരുന്നതിനെ കുറിച്ചുമാണ് ആ വ്യക്തി ഓരോ നിമിഷവും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്.